ലാൽ സലാം. പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഡയസ് ഇറേ ഈ ഒരു ചിത്രം ഇന്ന് 5ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ചൊവ്വാഴ്ച ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ ആയിട്ടുള്ള കമൻസുമൊക്കെ ഒന്ന് പറയാം. എന്തായാലും ഇന്ന് 1325ഓളം ഷോകളാണ് വൈകുന്നേരം 7:50 വരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,06,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. ഇന്നത്തെ ഒക്യുപ്പൻസി ഒരു ഇടിവുണ്ട്, 28%. ഇന്നലെ 40% ഉണ്ടായിരുന്നത്. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 1,79,07,000 രൂപയോളമാണ്. അതായത് ഇന്ന് 2 കോടി ടച്ച് ചെയ്യുന്നു ഈ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എന്ന് പറയാം. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 2,20,00,000 2,30,00,000 രൂപ വരെ ട്രാക്കിങ്ങിലൂടെ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ മികച്ച ഒരു കളക്ഷനിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് ഉറപ്പിക്കാം. ഇന്നലെ 1361 ഷോകളിൽ നിന്ന് 1,50,000, അതായത് 1,57,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 41 അല്ലെങ്കിൽ 40.44% ഒക്യുപ്പൻസിയിൽ 2,60,72,000 രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് ഇന്നലെ 2,80,00,000 2,85,00,000 രൂപയോളമാണ് വന്നത്. ട്രാക്കിങ്ങിലൂടെ മാത്രം 18,67,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് വന്നത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഏകദേശം ഒരു 23 കോടി ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ 4 ദിവസത്തെ സ്ഥിരീകരിക്കാത്ത അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രശസ്ത ട്രാക്കേഴ്സായ വാട്ട് ദ ഫസ് എന്നുള്ള അവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളാണ്. അതിനകത്തിൽ ആദ്യ ദിനം 11,60,00,000 രൂപ, രണ്ടാം ദിനം 14,30,00,000 രൂപ, മൂന്നാം ദിനം 12,64,00,000 രൂപ, നാലാം ദിവസം 5,36,00,000 രൂപ. അങ്ങനെ 44 കോടിയോളമാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനായിട്ട് 4 ദിവസത്തെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് 5ാം ദിവസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ് 48 കോടിയോളം സിനിമയ്ക്ക് എത്തുമെന്നുള്ളത്. അതായത് നാളെ കൊണ്ട് സിനിമ 50 കോടി ടച്ച് ചെയ്യുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. എന്തായാലും ഇന്ന് നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇടിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല 4ാം ദിനത്തിലും സിനിമയ്ക്ക് 150 മുകളിലുള്ള ആ ഒരു ലേറ്റ് നൈറ്റ് ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ്. ഇന്നും സിനിമയ്ക്ക് അതുപോലെ ഉണ്ടാകും. ഇന്ന് നമുക്കറിയാം വർക്കിംഗ് ഡേയ്സും കാര്യങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ ആളുകൾ കുറവായിരിക്കും. പക്ഷേ ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ അതിഗംഭീരം. പിന്നെ ഇതേപോലെ ഒരു പ്രേതപടം കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി കാണണമെങ്കിൽ അത് നൈറ്റ് തന്നെയാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള സമയം. കാരണം അത് നമ്മളെ ഞെട്ടിക്കും, കൂടുതൽ ഒരു ഭീകരതയുമൊക്കെ ഉണ്ടാക്കും. എന്തായാലും ഒരഭ്യർത്ഥന കൂടി, തിയേറ്ററിലിരിക്കുമ്പോൾ കഴിയുന്നതും സൈലൻറ്റും കാര്യങ്ങളുമായിട്ടിരിക്കുക. ബാക്കിയുള്ളവർക്ക് ശല്യമാകാത്ത രീതിയിൽ ഒരു സിനിമ ആസ്വദിക്കാനുള്ള ആളുകളുടെ അവകാശം നിഷേധിക്കാതിരിക്കുക. കമൻസുകളിൽ വീഡിയോ സെഷനുമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.